എല്ലാവർക്കും വിഹാൻ അക്കാഡമി ഓൺലൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MS വേർഡിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ MS വേർഡിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയ ഒന്നാമത്തെ ചോദ്യം, MS വേർഡിൽ നമുക്ക് ടെക്സ്റ്റ് ബോൾഡ് ആക്കാനുള്ള, ഇപ്പം നിങ്ങളിപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്ന ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോൾഡ് ലെറ്റേഴ്സ് ആണ്. ഇങ്ങനെ ബോൾഡ് ലെറ്റേഴ്സ് ആക്കാൻ MS വേർഡിൽ നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഈ 3 മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം. അതായത് Ctrl+B പ്രസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ബോൾഡ് ഐക്കൺ ഉണ്ട്, നമ്മുടെ ഹോം ടാബിൽ ബോൾഡ് ഐക്കൺ ഉണ്ട്. ഹോം ടാബിൽ ഫോൺ ഗ്രൂപ്പിൽ ബോൾഡ് ഐക്കൺ ഉണ്ട്, അതാണ് തേർഡ് ഓപ്ഷൻ, അതിലൂടെയും പറ്റും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഡയലോഗ് ബോക്സ് വരും. ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും, അതിലും നമുക്ക് ബോൾഡ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 മെത്തേഡാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ കമാൻഡ് ബാർ ദാറ്റ് ഓർഗനൈസസ് എ പ്രോഗ്രാം ഫീച്ചേഴ്സ് ഇൻ ടു സീരീസ് ഓഫ് ടാബ്സ് സോ ദാറ്റ് യൂസേഴ്സ് ക്യാൻ ക്വിക്ക്ലി ആക്സസ് ദ കമാൻഡ്സ് ഈസ് കോൾഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റിബൺ ആണ്. അപ്പോൾ റിബൺ എന്താണെന്ന് നമുക്ക് നോക്കാം. റിബൺ എന്ന് പറഞ്ഞാൽ ഇതിനെ ഓരോ ടാബുകളായിട്ട് റിബണിനെ ഓരോ ടാബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കമാൻഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കിയേ, ഇതാണ് ടാബുകളായിട്ട്, ഇതിനെയാണ് റിബൺ എന്ന് പറയുന്നത്. നോക്കിയേ, ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതിനെയാണ് റിബൺ എന്ന് പറയുന്നത്. ഇതിനെയാണ് റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിബൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൽ കൊടുത്തിരിക്കുന്നില്ലേ, ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് റിബൺ എന്ന് പറയുന്നത്. ഈ റിബണിനെ പല ടാബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോം ടാബ് ഉണ്ട്, ഇൻസേർട്ട് ടാബ് ഉണ്ട്, അതുപോലെ തന്നെ പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ്സ് ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്, ഇങ്ങനെ 7 ടാബുകളായിട്ട് നമ്മുടെ റിബണിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ടാബിൻ്റെ അണ്ടറിലും ഓരോ ടാബിനെയും പിന്നെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഓരോ ടാബിനെയും വീണ്ടും ഗ്രൂപ്പുകളായിട്ട് കണ്ടോ, ഓരോ ഗ്രൂപ്പുകളായിട്ട്. ഇപ്പോൾ ഹോം ടാബിനെ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്, സ്റ്റൈൽസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഗ്രൂപ്പ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെ അണ്ടറിലും അതിലുള്ള ഓരോ കമാൻഡുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റിബൺ എന്ന് പറയുന്നത്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് മനസ്സിലായല്ലോ, റിബൺ ആണ്. അപ്പോൾ റിബണിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. എക്സെല്ലും മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സെല്ലും പവർ പോയിന്റിലും അതുപോലെ തന്നെ വേർഡിലും ഇതുപോലെയാണ്. ഓരോ റിബണിനെയും ഓരോ ടാബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സെല്ലിലും പവർ പോയിന്റിലും വരുമ്പോൾ ടാബുകളിൽ ചില ടാബുകളിൽ ഡിഫറൻസ് ഉണ്ട്. അത് പക്ഷേ എല്ലാത്തിലും ഇതുപോലെ തന്നെ റിബണായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. റിബൺ ഉണ്ട്, ആ റിബണിനെ ടാബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടാബുകളുടെ ഓരോ ടാബിൻ്റെ അണ്ടറിലും ടാബിനെ വീണ്ടും ഓരോ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഗ്രൂപ്പിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കമാൻഡുകളുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഓരോ കമാൻഡുകളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഇമേജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും റിബൺ എവിടെയാണ്. ഈ പോർഷനാണ് ടൈറ്റിൽ ബാർ. ഡോക്യുമെൻറ്റ് 1 മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് കൊടുത്തിരിക്കുന്നത്, അതാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഡോക്യുമെൻറ്റിൻ്റെ പേര് ടൈറ്റിൽ ബാറിലാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഇതിനെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. പിന്നെ ഈ ഒരു പോർഷനാണ് നമ്മുടെ ഓഫീസ് ബട്ടൺ. പിന്നെ റൂളേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു പോർഷനിലും ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലും 2 റൂളേഴ്സ് ഉണ്ട്. പിന്നെ സ്ക്രോൾ ബാർ എവിടെയാണുള്ളത്? സ്ക്രോൾ ബാർ റൈറ്റ് സൈഡിലാണുള്ളത് സ്ക്രോൾ ബാർ. പിന്നെ ഏറ്റവും താഴെയായിട്ട് സ്റ്റാറ്റസ് ബാർ, ഈ ഒരു പോർഷനാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇത്രയും പോർഷനെ നമുക്ക് സ്റ്റാറ്റസ് ബാർ എന്ന് പറയാം. ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ വ്യൂ ബട്ടൺസ് ഉണ്ട്. ഇതൊക്കെയാണ് വ്യൂ ബട്ടൺസ്. പിന്നെ ഇവിടെ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നമ്മുടെ വിൻഡോയിലുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, അതായത് റിബണിനെ 7 ടാബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ ടാബുകൾ? ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ്സ് ടാബ്,
റിവ്യൂ ടാബ്, വ്യൂ ടാബ്. ഏതൊക്കെയാണ്? ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ്സ് ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. അങ്ങനെ 7 ടാബുകളാണ് ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഷോർട്ട് കട്ട് കീ ഇൻ MS Word ടു ഇൻക്രീസ് ദ ഫോണ്ട് സൈസ് ബൈ 1 point വൈൽ ടൈപ്പിംഗ്. നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണ്ട് സൈസ് 1 point ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 2 രീതിയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. കൺട്രോൾ പ്ലസ് ഈ ഒരു ബ്രാക്കറ്റ് സിമ്പിൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഇങ്ങനെയുള്ള നമുക്ക് ഇൻക്രീസ് ആണ്, ഫോണ്ട് സൈസ് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങോട്ടുള്ള തരത്തിലുള്ള ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരോസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലുള്ളതെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, എന്നാൽ ഡിക്രീസ് ആണെങ്കിലോ, ഫോണ്ട് സൈസ് 1 point ഡിക്രീസ് ചെയ്യാനാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ളതാണ് കൊടുക്കേണ്ടത്. കൺട്രോൾ പ്ലസ് ഈ ഡയറക്ഷനുള്ള ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈ ഒരു സിമ്പിളാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, ഇൻക്രീസ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ, ഡിക്രീസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. ഇനി ബോൾഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീസ് കൂടെ പരിചയപ്പെടാം. ബോൾഡ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ബി കൊടുക്കണം. ഇറ്റാലിക് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ ആണ്, കൺട്രോൾ പ്ലസ് ഐ ഇറ്റാലിക്കിന് കൊടുക്കും. അണ്ടർലൈൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് യു ആണ് അണ്ടർലൈന് കൊടുക്കുന്നത്. ഏതാണ്? കൺട്രോൾ പ്ലസ് യു എന്ന ഷോർട്ട് കട്ട് കീ ആണ് അണ്ടർലൈന് കൊടുക്കുന്നത്. ഇനി ഇൻക്രീസ് ഫോണ്ടും ഡിക്രീസ് ഫോണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഫോണ്ട് ഡയലോഗ് ബോക്സിനാണെങ്കിൽ കൺട്രോൾ പ്ലസ് ഡി ആണ്. ആ ഓപ്ഷനിൽ എന്തായാലും ഫോണ്ട് ഡയലോഗ് ബോക്സിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ എന്തായാലും കൺട്രോൾ പ്ലസ് എഫ് എന്നൊരു ഷോർട്ട് കട്ട് കീയും കാണും. കൺട്രോൾ പ്ലസ് എഫ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫൈൻഡിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എഫ് എന്നത്. അപ്പോൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അപ്പോൾ കൺട്രോൾ പ്ലസ് എഫ് എന്തിനുള്ളതാണ്? ഫൈൻഡ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരാനാണ് കൺട്രോൾ പ്ലസ് എഫ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ടു ആണ്. ഏതാണ്? കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ടു വന്നാൽ അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ഏതാ? സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു. സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എ സ്ക്വയർ എന്ന് എഴുതിയ ഈ സ്ക്വയർ എന്ന് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു നമ്മുടെ ബോട്ടം ലൈനിൽ നിന്നും എന്താണ് കുറച്ചുകൂടെ റൈസ് ചെയ്താണ്, ഉയർത്തിയാണ് എഴുതുന്നത് അല്ലേ? എ എന്ന് പറയുന്ന ഇതിൽ നിന്നും കുറച്ചുകൂടി ഉയർത്തിയാണ് 2 എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ H2O എന്നൊക്കെ കെമിക്കൽ ഫോർമുലയൊക്കെ എഴുതുന്ന സമയത്ത് H2O എന്ന് എഴുതുമ്പോൾ ഈ 2 എഴുതുന്നത് താഴെയാണ് എഴുതുന്നത് അല്ലേ? കുറച്ച് ലോവർ ചെയ്താണ് എഴുതുന്നത്, എച്ചിനേക്കാളും കുറച്ച് ലോവർ ചെയ്താണ് എഴുതുന്നത്. ഈ 2 എന്താണ്? അത് സബ്സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും എന്താണെന്ന് മനസ്സിലായല്ലോ. സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ടു, സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ആണ്. ഇനി കട്ടിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എക്സ്. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കട്ടിനുള്ളത് എന്താണ്? കൺട്രോൾ പ്ലസ് എക്സ് ആണ്. അപ്പോൾ കോപ്പിക്കാണെങ്കിലോ, കോപ്പി ആണെങ്കിൽ കൺട്രോൾ പ്ലസ് സി ആണ്. കൺട്രോൾ പ്ലസ് സി ആണ് കോപ്പി. അപ്പോൾ പേസ്റ്റ് ആണെങ്കിലോ, പേസ്റ്റിനാണെങ്കിൽ കൺട്രോൾ പ്ലസ് വി. കൺട്രോൾ പ്ലസ് വിയും നമുക്ക് പേസ്റ്റിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ടും യൂസ് ചെയ്യാം. എന്താണ്? ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട് നമുക്ക് പേസ്റ്റിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പേസ്റ്റ് പോലെ തന്നെ നമ്മളൊന്ന് പഠിക്കുന്നതാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്നൊന്നുണ്ടല്ലേ? ഏതാണ്? പേസ്റ്റ് സ്പെഷ്യൽ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പേസ്റ്റ് സ്പെഷ്യലിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ പ്ലസ് വി ആണ് പേസ്റ്റ് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഓൾട്ട് കൂടെ ചേർത്താൽ മതി. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് വി ആണ് പേസ്റ്റ് സ്പെഷ്യലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയല്ലോ. ഓക്കെ, സൂപ്പർ സ്ക്രിപ്റ്റ് നോക്കി വെച്ചാൽ സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു,
സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യണം അല്ലേ. എന്തൊക്കെയാണ്? കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ടു ആണ്. ഇനി പേസ്റ്റ് സ്പെഷ്യൽ ആണെങ്കിലോ, പേസ്റ്റ് കൺട്രോൾ പ്ലസ് വി ആണെങ്കിൽ പേസ്റ്റ് സ്പെഷ്യൽ ആണെങ്കിലോ ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് വി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു മൂവ് ദ കഴ്സർ ടു ദ ലാസ്റ്റ് അപ്ഡേഷൻ മെയ്ഡ് ബിഫോർ ക്ലോസിംഗ് ദ ഡോക്യുമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓപ്പണിംഗ് ദ ഡോക്യുമെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്തു. ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് തൊട്ട് മുൻപ് നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ഡോക്യുമെൻറ്റ് അവസാനമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തു, അപ്പോൾ എന്നിട്ട് നമ്മളതങ്ങ് ക്ലോസ് ചെയ്ത് ആ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ടിപ്പോൾ വന്നിട്ട് നമ്മൾ പുതുതായിട്ട് ആ ഡോക്യുമെൻറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റായിട്ട് എവിടെയാണ് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ്റെ പൊസിഷനിൽ നമ്മുടെ കഴ്സർ പോയി നിൽക്കും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് ചോദ്യം. അത് ഏത് ഷോർട്ട് കട്ട് കീ ആണ്? അത് ഷിഫ്റ്റ് പ്ലസ് F5 ആണ്. ഓക്കെ, ഷിഫ്റ്റ് പ്ലസ് F5 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീസ് കൂടെ നോക്കാം. ഷിഫ്റ്റ് പ്ലസ് F5 ഇതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് F7 ഉപയോഗിക്കുന്നത് എന്തിനാണ്? തെസൗറസിന് വേണ്ടിയാണ് ഷിഫ്റ്റ് പ്ലസ് F7 യൂസ് ചെയ്യുന്നത്. തെസൗറസ്. ഇനി വെറും F7 യൂസ് ചെയ്താൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന് വേണ്ടിയാണ്. അപ്പോൾ F7 യൂസ് ചെയ്യുന്ന സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറും ഷിഫ്റ്റ് പ്ലസ് F7 ആണെങ്കിൽ തെസൗറസിന് വേണ്ടിയാണ്. F1 ആണെങ്കിൽ അത് ഏതിലായാലും ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീയാണ് F1. അടുത്തത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് A ആണെങ്കിൽ അത് ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് A ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഷിഫ്റ്റ് പ്ലസ് A പ്രസ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ അപ്പർ കേസ് കിട്ടുമല്ലേ. എന്നാൽ നമ്മൾ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് A സെലക്ട് ചെയ്താൽ എന്ന ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്താൽ നമ്മുടെ ലോവർ കേസിലുള്ള ആ ലെറ്റേഴ്സ് എല്ലാം എന്തായിട്ട് മാറും? അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നോക്കിയോ, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് A ആണ്. ഇനി കൺട്രോൾ പ്ലസ് W ആണെങ്കിൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് W. അപ്പോൾ കൺട്രോൾ പ്ലസ് W എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് A അവിടെ കേസ് ചേഞ്ച് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് കീ ആണ്ട് അതുമായിട്ട് കണക്ട് ചെയ്തൊരു ഷോർട്ട് കട്ട് കീ കൂടി പറയാണ് ഷിഫ്റ്റ് പ്ലസ് F3 ആണെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ചേഞ്ച് കേസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് കേസ് ചേഞ്ച് ചെയ്യാൻ, അതായത് ലോവർ കേസ് അപ്പർ കേസിലോട്ട് മാറ്റണം, അപ്പർ കേസിന് ലോവർ കേസ് അല്ലെങ്കിൽ ടോഗിൾ കേസ് അങ്ങനെയുള്ള ഓരോ ഇതിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്, കേസ് ചേഞ്ച് ചെയ്യാനാണ് ഷിഫ്റ്റ് പ്ലസ് F3 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് F5 ആണെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നോക്കിയേ, നമ്മൾ മുൻപ് ക്ലോസ് ചെയ്ത ആ ഒരു ഡോക്യുമെൻ്റ് ഇല്ലേ, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് എന്ത് അപ്ഡേറ്റ് ആണോ ചെയ്തത് അവിടെ നമ്മുടെ കഴ്സർ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഷിഫ്റ്റ് പ്ലസ് F5 ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് പ്ലസ് F3 ആണെങ്കിൽ ചേഞ്ച് കേസാണ്. എന്നാൽ ഷിഫ്റ്റ് പ്ലസ് F7 ആണെങ്കിൽ തെസൗറസ് ആണ്. എന്നാൽ വെറും F7 ആണെങ്കിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ പേജ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ടാബ്. പേജ് ബാക്ക്ഗ്രൗണ്ട് ഏത് ടാബിലാണുള്ളത്? പേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് നമ്മുടെ പേജ് ലേഔട്ട് ടാബിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നു, നമ്മുടെ റിബണിനെ ടാബുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോം ടാബ്, അതുപോലെ തന്നെ രണ്ടാമത്താണ് ഇൻസേർട്ട് ടാബ്, മൂന്നാമത്താണ് പേജ് ലേഔട്ട് ടാബ്. ഈ പേജ് ലേഔട്ട് ടാബിൽ ഇതേ കിടക്കുന്നുണ്ടോ നമ്മുടെ പേജ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പേജ് ലേഔട്ട് ടാബിൽ പേജ് ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ്, ഏത് ടാബിലെന്നല്ലേ? അപ്പോൾ പേജ് ലേഔട്ട് ടാബിലാണ് എന്തുള്ളത്? പേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഓക്കെ, പേജ് ലേഔട്ട് ടാബിൽ മൂന്നാമത്തെ ഗ്രൂപ്പാണ്, മൂന്നാമത്തെ ടാബായ പേജ് ലേഔട്ടിലെ മൂന്നാമത്തെ ഗ്രൂപ്പാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിൽ അല്ലാതെ വേറെ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് നമ്മുടെ പേജ് ലേഔട്ടിലുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ഏതാണ്? തീംസ് ഗ്രൂപ്പ് ഉണ്ട്. രണ്ടാമത്തത് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമത്താണ് നമ്മുടെ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്. നാലാമത്തതാണ് നമ്മുടെ പാരഗ്രാഫ് ഗ്രൂപ്പ്. അഞ്ചാമത്തതാണ് അറേഞ്ച് ഗ്രൂപ്പ്. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട്? പേജ് ലേഔട്ട് ടാബിൽ തീംസ് ഗ്രൂപ്പ്, പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്,
പാരഗ്രാഫ് ഗ്രൂപ്പ്, അറേഞ്ച് ഗ്രൂപ്പ്, അങ്ങനെ 5 ഗ്രൂപ്പുകളാണുള്ളത്. ഇനി നമ്മളിപ്പോൾ പേജ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പേജ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. വാട്ടർമാർക്ക് എന്നൊരു ഓപ്ഷനുണ്ട്, പിന്നെ പേജ് കളർ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്, പിന്നെ പേജ് ബോർഡേഴ്സ്. ഇത് മൂന്നുമാണ് പേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, കമാൻഡ്സ് ഏതൊക്കെയാണ്, പേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കമാൻഡ്സ് ഏതൊക്കെയാണ്? വാട്ടർമാർക്ക്, പിന്നെ പേജ് കളർ, പേജ് ബോർഡേഴ്സ്, ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഇനി പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഗ്രൂപ്പാണ് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതിലുള്ള ഓപ്ഷൻസ് ആണ്, അതാണ് കുറച്ച് വലുതാക്കി ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. പേജ് ലേഔട്ടിലെ രണ്ടാമത്തെ ഗ്രൂപ്പ്. അതിലെന്തൊക്കെയുണ്ട്? മാർജിൻ ഉണ്ട്, ഓറിയൻറ്റേഷൻ ഉണ്ട്, പിന്നെ പേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കോളംസ് ഉണ്ട്, ഇൻസേർട്ട് പേജ് ആൻഡ് സെക്ഷൻ ബ്രേക്ക്. അതാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഇൻസേർട്ട് പേജ് ആൻഡ് സെക്ഷൻ ബ്രേക്ക്, പിന്നെ ലൈൻ നമ്പർ, പിന്നെ ഹൈഫനേഷൻ. അപ്പോൾ എന്തൊക്കെയുണ്ട്? മാർജിൻസ്, ഓറിയൻറ്റേഷൻ, സൈസ്, കോളംസ്, ഇൻസേർട്ട് പേജ് ആൻഡ് സെക്ഷൻ ബ്രേക്ക്, ലൈൻ നമ്പേഴ്സ്, ഹൈഫനേഷൻ. ഇത്രയും ഓപ്ഷൻസ് ഏതിൻ്റെ അണ്ടറിലുള്ളതാണ്? അത് പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ളതാണ്. ഓക്കെ, പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ളതാണ്. ഇനി ഇതിൽ മാർജിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? നോർമലാണ് നമ്മുടെ ഡീഫോൾട്ട് മാർജിൻ എന്ന് പറയുന്നത്. നോർമൽ അതായത് ടോപ്പും ബോട്ടവും ലെഫ്റ്റും റൈറ്റും എല്ലാം 1 ഇഞ്ച് വെച്ചാണ്. അതാണ് നമ്മുടെ ഡീഫോൾട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് ഇതെല്ലാം 1 ഇഞ്ചുള്ള നോർമൽ മാർജിനാണ് നമുക്കുള്ളത്. പിന്നെ നാരോ ആണെങ്കിൽ ഈ മാർജിൻ എല്ലാം അതിൻ്റെ പകുതിയാവും. ടോപ്പും ബോട്ടവും ലെഫ്റ്റും റൈറ്റും എല്ലാം എന്താവും? 1/2 ഇഞ്ചാവും. 0.5 ഇഞ്ച്, 1/2 ഇഞ്ചായി മാറും. ഇനി മോഡറേറ്റ് ആണെങ്കിൽ ടോപ്പും ബോട്ടവും 1 ഇഞ്ച് തന്നെയാണ്. ടോപ്പും ബോട്ടവും 1 ഇഞ്ചാണ്. പക്ഷേ ലെഫ്റ്റും റൈറ്റും എത്രയാവും? 0.75 ഇഞ്ചസ് ആവും. 0.75 ഇഞ്ചസ് ആവും. ലെഫ്റ്റും റൈറ്റും 0.75 ഇഞ്ചസ് ആവും. ഓക്കെ, അപ്പോൾ നോർമൽ ആണെങ്കിൽ എല്ലാ സൈഡിലും 1 ഇഞ്ചാണ്. നാരോ ആണെങ്കിൽ ടോപ്പും ബോട്ടവും ലെഫ്റ്റും റൈറ്റും എല്ലാം 1/2 ഇഞ്ചാണ്. എന്നാൽ മോഡറേറ്റ് ആകുമ്പം ടോപ്പും ബോട്ടവും 1 ഇഞ്ചും ലെഫ്റ്റും റൈറ്റും 0.75 ഇഞ്ചസ് ആവും. ഇനി വൈഡ് ആണെങ്കിൽ ടോപ്പും ബോട്ടവും 1 ഇഞ്ച് തന്നെയാണ്. പക്ഷേ ലെഫ്റ്റും റൈറ്റും എത്ര ഇഞ്ചാവും? 2 ഇഞ്ചസ് ആവും. ലെഫ്റ്റും റൈറ്റും 2 ഇഞ്ചസ് ആവും. വൈഡ് ആവുമ്പോൾ ലെഫ്റ്റും റൈറ്റും 2 ഇഞ്ച് ആവും. ടോപ്പും ബോട്ടും 1 ഇഞ്ച് തന്നെയാണ്. ഇനി മിറേർഡ് ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളതില്ല, പകരം ഇൻസൈഡ് ഔട്ട്സൈഡ് എന്നുള്ള ഓപ്ഷൻസ് ആവും. ഓക്കെ, ഇൻസൈഡ് ഔട്ട്സൈഡ് എന്നുള്ള ഓപ്ഷൻ ആവും. അതിൽ ടോപ്പും ബോട്ടവും ഔട്ട്സൈഡും 1 ഇഞ്ചാണ്. എന്നാൽ ഇൻസൈഡ് പോർഷൻ വരുമ്പോൾ അവിടെ എത്ര ഇഞ്ചാവും? 1.25 ഇഞ്ചാവും. ഓക്കെ, 1.25 ഇഞ്ചാവും. മിറേർഡ് വരുമ്പോൾ ടോപ്പും ബോട്ടവും ഔട്ട്സൈഡും ആണ്, അവിടെ അത് 1 ഇഞ്ചാവും. ഇൻസൈഡ് ആകുമ്പോൾ അതിൽ 1.25 ഇഞ്ചാവും. ഇനി ഓഫീസ് 2003 ഡീഫോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഓക്കെ, ഈ ഓഫീസ് 2003 ഡീഫോൾട്ട് ആണെങ്കിൽ ടോപ്പും ബോട്ടവും 1 ഇഞ്ചും ലെഫ്റ്റും റൈറ്റും 1.25 ഇഞ്ചാണ്. ലെഫ്റ്റും റൈറ്റും എത്രയാണ്? 1.25 ഇഞ്ചാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പേജ് ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലെ മാർജിൻസിൻ്റെ അണ്ടറിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പേജ് സെറ്റപ്പ് എടുക്കുമ്പോൾ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതാണ് ഈ കാണുന്ന ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത്, പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. ഓക്കെ, അപ്പോൾ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇതിൽ മാർജിൻസ് 5 തരത്തിലുള്ള മാർജിൻസ് ആണുള്ളത്. 5 തരത്തിലുള്ള ഏതൊക്കെയാണ്? ടോപ്പ് മാർജിനുണ്ട്, ബോട്ടം മാർജിനുണ്ട്, ബോട്ടം മാർജിനുണ്ട്. ഈ ഇമേജ് ക്ലിയർ അല്ലെങ്കിൽ ആണ് ഞാനത് ഇങ്ങനെ സൈഡിലോട്ട് എഴുതുന്നത്. ഓക്കെ, ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, പിന്നെ ലെഫ്റ്റ് മാർജിനുണ്ട്, റൈറ്റ് മാർജിനുണ്ട്, പിന്നെ ഗട്ടർ മാർജിൻ എന്ന് പറയുന്നതും ഉണ്ട്. ഓക്കെ, ഗട്ടർ മാർജിൻ ഇങ്ങനെ 5 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ടോപ്പ് മാർജിൻ, ബോട്ടം മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ, പിന്നെ ഗട്ടർ മാർജിൻ. പിന്നെ ഇത് ഗട്ടർ പൊസിഷൻ കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ മാർജിൻസിൻ്റെ അതെല്ലാം പറയേണ്ട, പക്ഷേ എന്താണ് 5 മാർജിൻ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഗട്ടർ പൊസിഷനും ഗട്ടർ മാർജിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഗട്ടർ പൊസിഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും മാർജിൻസിൻ്റെ അണ്ടറിലുണ്ട്. പിന്നെ ഓറിയൻറ്റേഷൻ ആണെങ്കിൽ 2 ടൈപ്പ് ഓറിയൻറ്റേഷൻ ആണ്. ഏതൊക്കെയാണ്? പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. പിന്നെ പേജസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പേജസിലാണെങ്കിൽ ഈ പേജസിൽ ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ടോ? ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? നോർമൽ ഉണ്ട്, മിറർ മാർജിൻസ് ഉണ്ട്, നോർമൽ, മിറർ മാർജിൻസ്, അതുപോലെ തന്നെ 2 പേജസ് പെർ ഷീറ്റിന് അങ്ങനെ നമുക്ക് മാർജിൻസ് കൊടുക്കാം. എങ്ങനെയാണ്? 2 പേജസ് പെർ ഷീറ്റ്
ബുക്ക് ഫോൾഡ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസും ഏതിൻ്റെ അണ്ടറിലാണുള്ളത്? മൾട്ടിപ്പിൾ പേജസിൻ്റെ അണ്ടറിലാണുള്ളത്. നോർമൽ, മിറർ മാർജിൻസ്, 2 പേജസ് പെർ ഷീറ്റ്, ബുക്ക് ഫോൾഡ്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞേ? നോർമൽ, മിറർ മാർജിൻസ്, 2 പേജസ് പെർ ഷീറ്റ്, ബുക്ക് ഫോൾഡ് എന്നിവ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ നോർമൽ എന്ന് പറയുന്ന ഈ ഒരു പേജസിൽ ഈ മൾട്ടിപ്പിൾ പേജസ് എന്ന് പറയുന്ന ഓപ്ഷന് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇനി പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ എത്ര ടാബുകളുണ്ടെന്ന് വെച്ചാൽ അത് 3 ടാബുകളാണുള്ളത്. മാർജിൻസ് എന്ന് പറയുന്ന ടാബുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടാബാണ് പേപ്പർ ടാബ്. ഓക്കെ, പേപ്പർ ടാബ് എന്ന് പറയുന്ന ടാബുണ്ട്. പേപ്പർ ടാബ്, മാർജിൻസ് ടാബുണ്ട്, പേപ്പർ ടാബുണ്ട്, പിന്നെ ലേഔട്ട് ടാബ്. മാർജിൻസ് ടാബ്, പേപ്പർ ടാബ്, ലേഔട്ട് ടാബ് എന്നിവ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിലുള്ളതാണ്. പിന്നെ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയാൽ അത് നമ്മുടെ പ്രിവ്യൂവിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഈ പേജ് സെറ്റപ്പിൽ തന്നെയുള്ള ഓപ്ഷനാണ് കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ കണ്ടോ? പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ ഈ കോളംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഈ കോളംസിൽ ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് കിട്ടുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1, 2, 3 ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ എത്രയാണ്? 1, 2, 3 ലെഫ്റ്റ് റൈറ്റ്. ഇങ്ങനെയാണ് ഈ 5 എണ്ണമാണ് ഇത് രണ്ടിലുള്ളത്. അതായത് നമുക്ക് ഒരൊറ്റ കോളമായിട്ട് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ 2 കോളമായിട്ട് ഈ ഇമേജിൽ കാണാൻ പറ്റുമല്ലോ. 2 കോളമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി 3 കോളം ആ ഒരു പേജിൽ ഇൻസേർട്ട് ചെയ്യണോ? ഓക്കെ, അങ്ങനെയും കൊടുക്കാം. നമ്മുടെ കണ്ടന്റിന് 3 കോളമായിട്ട്. അതായത് നമ്മൾ ഈ കോളം എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ കോളം അല്ല പറയുന്നത്. പകരം നമ്മൾ പത്രം, ന്യൂസ് പേപ്പറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു മെയിൻ ഹെഡിങ് കാണും. ഈ മെയിൻ ഹെഡിങ്ങിന് അണ്ടറിലുള്ള വാർത്തകളെ നമ്മൾ ചിലപ്പോൾ ഓരോ കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയുള്ളതാണ് ഈ കോളം എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അല്ലാതെ ടേബിളുമായിട്ട് ബന്ധമുള്ള കോളമല്ല. അപ്പോൾ അങ്ങനെ 1, 2, 3 അങ്ങനെ കോളമായിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു പേജിൽ ഇങ്ങനെ ഇതുപോലെ 3 കോളമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ലെഫ്റ്റിൽ ഒരു ചെറിയ കോളം ലെഫ്റ്റിൽ വന്നിട്ട് അതിൻ്റെ മെയിൻ കണ്ടന്റ് ഇവിടെ അങ്ങനെ കൊടുക്കാം. അതാണ് ലെഫ്റ്റ് കോളം എന്ന് പറയുന്നത്. റൈറ്റ് കോളം ആണെങ്കിൽ റൈറ്റിലേക്ക് വരും. ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ലെഫ്റ്റ്, റൈറ്റ്, 1, 2, 3 ഇനി ഇത്രയും ഓപ്ഷൻസ് ആണ് കോളംസിൻ്റെ അണ്ടറിലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ടാബ് യൂസ്ഡ് ടു മാഗ്നിഫൈ ദ പേജ് ഇൻ MS വേർഡ് ഫ്രം ദ ഫോളോയിങ്. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മുടെ പേജിനെ മാഗ്നിഫൈ ചെയ്യണം. അതായത് മാഗ്നിഫൈ മീൻസ് എന്താണ്? സൂം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഏത് ടാബിലാണ് ഉള്ളത്? അത് ഏത് ടാബിലാണെന്ന് വെച്ചാൽ വ്യൂ ടാബിലാണ് ഉള്ളത്. നമ്മുടെ പേജിനെ എങ്ങനെ കാണണം, എങ്ങനെ വ്യൂ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഏത് ടാബിലാണുള്ളത്? വ്യൂ ടാബിലാണുള്ളത്. അപ്പോൾ നമുക്ക് വ്യൂ ടാബ് നോക്കാം. വ്യൂ ടാബാണ് ഏറ്റവും അവസാനത്തെ ടാബ് എന്ന് പറയുന്നത്. വ്യൂ ടാബാണ്, അതായത് 7ാമത്തെ ടാബാണ് വ്യൂ ടാബ് എന്ന് പറയുന്നത്. ഈ ടാബിൻ്റെ അണ്ടറിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 5 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ് ഡോക്യുമെൻറ്റ് വ്യൂസ്. ഡോക്യുമെൻറ്റ് വ്യൂസിലുള്ളത് ഏതൊക്കെയാണ്? നമ്മുടെ ഡോക്യുമെൻ്റ് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിനെ ഏതൊക്കെ തരത്തിൽ വ്യൂ ചെയ്യാം, ആ ഓപ്ഷൻസ് ആണ് നമ്മുടെ ഡോക്യുമെൻറ്റ് വ്യൂസിലുള്ളത്. അപ്പോൾ ആ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. പ്രിൻ്റ് ലേഔട്ട് വ്യൂ ഉണ്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വെബ് ലേഔട്ട് ഉണ്ട്, ഔട്ട്ലൈൻ ഉണ്ട്, ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രിൻ്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്. അങ്ങനെ 5 തരത്തിലുള്ള ഡോക്യുമെൻറ്റ് വ്യൂസ് ആണ് നമ്മുടെ വേർഡിലുള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പാണ് വ്യൂ ടാബിൽ രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഷോ ഓർ ഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഓപ്ഷൻസ് റൂളർ, ഗ്രിഡ് ലൈൻസ്, പിന്നെ മെസ്സേജ് ബാർ, ഡോക്യുമെൻറ്റ് മാപ്പ്, തംനെയിൽസ് എന്നിവയാണ്. ഏതൊക്കെയാണ്? റൂളർ, ഗ്രിഡ് ലൈൻസ്, മെസ്സേജ് ബാർ, ഡോക്യുമെൻറ്റ് മാപ്പ്, തംനെയിൽസ്. ഇങ്ങനെ 5 എണ്ണമാണ്, 5 കമാൻഡുകളാണ് ഷോ ഓർ ഹൈഡ് ഗ്രൂപ്പിലുള്ളത്. ഇനി മൂന്നാമത്തതാണ് സൂം ഗ്രൂപ്പ്. നമുക്ക് സൂം ഗ്രൂപ്പിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി നോക്കിക്കോ, അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്തേരെ. ഇനി അടുത്ത വിൻഡോയിലും ഇതേപോലെ ന്യൂ വിൻഡോ, അറേഞ്ച് ഓൾ, സ്പ്ലിറ്റ്, സ്വിച്ച് വിൻഡോസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി മാക്രോസ് എന്ന് പറയുന്ന ഓപ്ഷനും എവിടെയാണുള്ളത്? മാക്രോസ് എന്ന് പറയുന്ന ഓപ്ഷനും നമ്മുടെ വ്യൂ ടാബിൻ്റെ അണ്ടറിലുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് സൂം ഗ്രൂപ്പിനെ പറ്റി നോക്കാം. സൂം ഗ്രൂപ്പ് എന്തിനാണുള്ളത്? ഇത് യൂസ് ദിസ് ടൂൾ ടു ഓപ്പൺ ദ സൂം ഡയലോഗ് ബോക്സ്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സൂം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് നമ്മുടെ പേജിനെ എത്ര % സൂം ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സൂം ഡയലോഗ് ബോക്സിലൊന്നും പോവാതെ പെട്ടെന്ന് നമ്മുടെ ഡോക്യുമെൻറ്റിനെ സൂം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ എവിടെയുണ്ട്?
സ്റ്റാറ്റസ് ബാറിലുണ്ട്. സ്റ്റാറ്റസ് ബാർ എവിടെയാണ് ചെയ്യുന്നത്? വിൻഡോയുടെ ബോട്ടമിലുള്ള സ്റ്റാറ്റസ് ബാറിലൂടെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിനെ സൂം ചെയ്യാൻ പറ്റും. ഇനി അതിന് തൊട്ടടുത്തുള്ളതാണ് 100% എന്ന് പറയുന്നത്. 100% എന്ന് പറയുന്നതാണ് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ ഡീഫോൾട്ട് സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ അത് 100% സൂം പെർസെൻറ്റേജിലാണ് കിടക്കുന്നത്. അതാണ് ഇതിൻ്റെ നോർമൽ സൈസ് അല്ലെങ്കിൽ ഡീഫോൾട്ട് സൈസ് എന്ന് പറയുന്നത്. ഇനി 1 പേജ് 2 പേജ് പേജ് വിഡ്ത്ത്, ഇത് മൂന്നുമാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 പേജ് 2 പേജ് പേജ് വിഡ്ത്ത്, ഇങ്ങനെ 3 ഓപ്ഷനും കൂടെ സൂം ഗ്രൂപ്പിലുണ്ട്. 1 പേജ് എന്ന് പറയുന്നത് ദിസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സൂം ദ പേജ് ഇൻ സച്ച് എ വേ ദാറ്റ് ആൻ എൻറ്റയർ പേജ് ഫിറ്റ്സ് ഇൻ ദ വിൻഡോ. അതായത് നമ്മുടെ വിൻഡോയിൽ ആ ഫുൾ പേജ്, ആ ഒരു പേജ് മൊത്തത്തിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് അതിനെ സൂം ചെയ്യാൻ പറ്റും ഈ കമാൻഡ് യൂസ് ചെയ്താൽ. 1 പേജ് എന്നുള്ളത് യൂസ് ചെയ്താൽ. എന്നാൽ 2 പേജസ് ആണെങ്കിലോ, ഈ 2 പേജസ് എന്ന കമാൻഡ് യൂസ് ചെയ്താൽ നമ്മളിപ്പോൾ കാണുന്ന ആ വിൻഡോയിൽ 2 പേജസ് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ മാറും. എന്നാൽ പേജ് വിഡ്ത്താണെങ്കിൽ ദിസ് കമാൻഡ് സൂംസ് ദ ഡോക്യുമെൻറ്റ് സോ ദാറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ പേജ് മാച്ചസ് വിത്ത് ദ വിഡ്ത്ത് ഓഫ് ദ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ വിഡ്ത്ത് എന്തിന് മാച്ച് ആവുന്ന രീതിയിൽ? വിൻഡോയുടെ വിഡ്ത്തിന് മാച്ച് ആവുന്ന രീതിയിൽ സൂമായി നിൽക്കും. ഓക്കെ, അപ്പോൾ 1 പേജും പേജ് വിഡ്ത്ത് മാറിപ്പോയത്. 1 പേജ് ആണെങ്കിൽ ആ ഒരു പേജ് ആ വിൻഡോയിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ നിൽക്കും. പേജ് വിഡ്ത്ത് ആണെങ്കിൽ ആ നമ്മുടെ കാണുന്ന വിൻഡോയുടെ വിഡ്ത്തിനനുസരിച്ച് ആ പേജ് ഫിറ്റായി നിൽക്കും. അപ്പോൾ ഇതാണ് ഈ 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സൂം ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള 3 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1 പേജ് 2 പേജ് ദെൻ പേജ് വിഡ്ത്ത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ടാബ് ഫ്രം ദ ഫോളോയിങ് ഇൻ വിച്ച് ഫുഡ് നോട്ട് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ഫുഡ് നോട്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എവിടെയാണെന്ന് നോക്കാം. ഫുഡ് നോട്ട് ഓപ്ഷൻ എവിടെയാണ്? റഫറൻസ് ടാബ്, 4ാമത്തെ ടാബായ റഫറൻസ് ടാബിലാണ്. 4ാമത്തെ ടാബായ റഫറൻസ് ടാബിലെ 2ാമത്തെ ഗ്രൂപ്പാണ് ഫുഡ് നോട്ട് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ റഫറൻസ് ടാബിൽ 2ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ഫുഡ് നോട്ടിൽ എന്തൊക്കെയുണ്ട്? അപ്പോൾ അതിൽ ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് റഫറൻസ് ടാബിൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. റഫറൻസ് ടാബിലുള്ള ആദ്യത്തെ ഗ്രൂപ്പാണ് ടേബിൾ ഓഫ് കണ്ടൻസ്. 2ാമത്തതാണ് ഫുഡ് നോട്ട്. 3ാമത്തതാണ് സിറ്റുവേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി. 4ാമത്തതാണ് ക്യാപ്ഷൻസ് ഗ്രൂപ്പ്. 5ാമത്താണ് ഇൻഡെക്സ് ഗ്രൂപ്പ്. 6ാമത്താണ് ടേബിൾ ഓഫ് അതോറിറ്റീസ്. അപ്പോൾ ടേബിൾ ഓഫ് അതോറിറ്റീസും ടേബിൾ ഓഫ് കണ്ടൻസും ഏതിലുള്ളതാണ്? റഫറൻസ് ടാബിൻ്റെ അണ്ടറിലുള്ളതാണ്. ഫുഡ് നോട്ട്സും റഫറൻസ് ടാബിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ ഫുഡ് നോട്ട് എന്താണെന്ന് നോക്കാം. അതായത് ഈ ഫുഡ് നോട്ടിന് അണ്ടറിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻസേർട്ട് ഫുഡ് നോട്ട് ഉണ്ട്. ഓക്കെ, ഇൻസേർട്ട് ഫുഡ് നോട്ട് ഉണ്ട്. ഇൻസേർട്ട് എൻ നോട്ട് ഉണ്ട്. ഇൻസേർട്ട് ഫുഡ് നോട്ട്, ഇൻസേർട്ട് എൻ നോട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫുഡ് നോട്ടിലോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻസേർട്ട് ഫുഡ് നോട്ട്, ഇൻസേർട്ട് എൻ നോട്ട്, നെക്സ്റ്റ് ഫുഡ് നോട്ട്, അതുപോലെ തന്നെ ഷോ നോട്ട്സ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്, 4 കമാൻഡ്സ് ആണ് നമ്മുടെ ഫുഡ് നോട്ട് ഗ്രൂപ്പിലുള്ളത്. ഫുഡ് നോട്ട് ഗ്രൂപ്പ് ഏത് ടാബിലുള്ളതാണ്? റഫറൻസ് ടാബിൽ. അപ്പോൾ ഫുഡ് നോട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഫുഡ് നോട്ട് ഗ്രൂപ്പിൽ ഫുഡ് നോട്ട്സും എൻ നോട്ടും പറഞ്ഞു. അപ്പോൾ ഈ ഫുഡ് നോട്ടും എൻ നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഫുഡ് നോട്ട് എവിടെ അപ്പിയർ ചെയ്യും? ഒരു പേജിൻ്റെ ബോട്ടത്തിൽ കാണും. എന്നാൽ എൻഡ് നോട്ടാണെങ്കിലോ ഒരു ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലാണ് കാണുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു 10 പേജുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ ആ 10 പേജുള്ള ഡോക്യുമെൻറ്റിൻ്റെ 10ാമത്തെ പേജിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ? എൻ നോട്ട് കാണത്തുള്ളൂ, ആ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ്. എന്നാൽ ഫുഡ് നോട്ടാണെങ്കിലോ ആ ഓരോ പേജിൻ്റെയും ലാസ്റ്റായിട്ട് കാണും. അതാണ് ഫുഡ് നോട്ട് എന്ന് പറയുന്നത്. ഈ ഫുഡ് നോട്ടും എൻ നോട്ടും ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീസാണ്. എൻഡ് നോട്ടാണെങ്കിൽ ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഡി. ഓക്കെ, ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഡി ആണ് എൻഡ് നോട്ട്. ഫുഡ് നോട്ട് ആണെങ്കിലോ ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എഫ് ആണ്. ഓക്കെ, ഈ ഫുഡ് നോട്ടിൻ്റെ എഫ് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എഫ് ആണ് ഫുഡ് നോട്ട്. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഡി ആണ് എൻഡ് നോട്ട്. ഇനി ഈ ഫുഡ് നോട്ടിൻ്റെയും എൻഡ് നോട്ടിൻ്റെയും താഴെ ഇവിടെ ഒരു ചെറിയ ആരോ കീ ഉണ്ട്. ഈ ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് നോട്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഫുഡ് നോട്ട് ആൻഡ് എൻഡ് നോട്ട് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇതിൽ ഫുഡ് നോട്ടിൻ്റെ എൻഡ് നോട്ടിൻ്റെ നമുക്ക് എവിടെയൊക്കെയാണ് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും, ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എൻഡ് നോട്ട് ക്ലിക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ എൻഡ് നോട്ട് ആക്റ്റീവായി നിൽക്കുന്നത്. കണ്ടോ, എൻഡ് നോട്ട് എന്ന് പറയുന്നത് ആക്റ്റീവായി നിൽക്കുന്നു. ഇതിലൊരു ഡ്രോപ്പ് ഡൗൺ ആരോ കണ്ടോ? ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷനാണ് കിട്ടുന്നത്. എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റും എൻഡ് ഓഫ് ദ സെക്ഷനും. അപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലും എൻഡ് നോട്ട് കൊടുക്കാം, സെക്ഷൻ്റെ എൻഡിലും എൻഡ് നോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻഡ് നോട്ട് നമുക്ക് എവിടെയൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലും സെക്ഷൻ്റെ എൻഡിലും.
ഇനി അടുത്തത് ഫുഡ് നോട്ട്. ഫുഡ് നോട്ടാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ ഇത് ആക്റ്റീവ് ആവും. ഫുഡ് നോട്ട് നമുക്ക് എവിടെയൊക്കെ കൊടുക്കാം? പേജിൻ്റെ ബോട്ടത്തിലും അത് ടെക്സ്റ്റിന് താഴെയായിട്ട് കൊടുക്കാം. ബോട്ടം ഓഫ് പേജും കൊടുക്കാം, ബിലോ ടെക്സ്റ്റും കൊടുക്കാം. അപ്പോൾ ഫുഡ് നോട്ടിന് 2 ലൊക്കേഷൻ ഉണ്ട്, എൻഡ് നോട്ടിനും 2 ലൊക്കേഷൻ ഉണ്ട്. ഫുഡ് നോട്ടിൻ്റെ ലൊക്കേഷൻസ് ഏതൊക്കെയാണ്? ബോട്ടം ഓഫ് പേജും ബിലോ ടെക്സ്റ്റും. എൻഡ് നോട്ടിൻ്റെ ലൊക്കേഷൻസ് ഏതൊക്കെയാണ്? എൻഡ് ഓഫ് ഡോക്യുമെൻറ്റും എൻഡ് ഓഫ് സെക്ഷൻസുമാണ്. ഇനി ഫോർമാറ്റിൻ്റെ അണ്ടറിലുള്ള ഓപ്ഷൻസ് ആണ് നമ്പർ ഫോർമാറ്റ്, കസ്റ്റം മാർക്ക്, അതുപോലെ തന്നെ സിമ്പിൾസ്, സ്റ്റാർട്ട് അറ്റ്, അതുപോലെ തന്നെ നമ്പറിങ്. ഇതിൽ നമ്പർ ഫോർമാറ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് ഇത്രയും ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, ഇത്രയും ഓപ്ഷൻസ്. 1 2 3 നമ്പർ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമ്പർ ഫോർമാറ്റ് കൊടുക്കാം, അല്ല ABC നമ്പർ ഫോർമാറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ABC, അല്ലെങ്കിൽ റോമൻ നമ്പേഴ്സ്, അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി അല്ല സിമ്പിൾസ് ആണ് അങ്ങനെ ഉള്ളതാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി അപ്ലൈ ചേഞ്ചസ്, എവിടെയൊക്കെയാണ് നമുക്ക് ഈ ചേഞ്ചസ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ ഫുഡ് നോട്ട്, എൻഡ് നോട്ട് എവിടെയൊക്കെയാണ് എവിടെയെല്ലാം അപ്ലൈ ചെയ്യണമെന്നുള്ളത് അതിന് താഴെയുള്ള അപ്ലൈ ചേഞ്ചസ് എന്ന് കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇമേജ് ഓർ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് ബിഹൈൻഡ് ദ മെയിൻ ടെക്സ്റ്റ്. അതായത് മെയിൻ ടെക്സ്റ്റിന് പിറകിലായിട്ട് ഒരു ഇമേജോ, നമ്മൾ ചില ഡോക്യുമെൻ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പം അതിന് പിറകിലായിട്ട് ഒരു ഗോസ്റ്റഡ് ഇമേജ് പോലെ, എന്താണ് ഗോസ്റ്റഡ് ഇമേജ് പോലെ, അല്ലെങ്കിൽ ഗോസ്റ്റഡ് ഇമേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഗോസ്റ്റഡ് ടെക്സ്റ്റ് പോലെ കാണുന്ന ആ ഇമേജിനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. അതെന്താണ്? അത് വാട്ടർമാർക്കാണ്. ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഡോക്യുമെൻ്റിൻ്റെ പർപ്പസ് എന്താണെന്നാണ് അത് ഷോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർമാർക്ക് എവിടെയാണ് നോക്കാം. വാട്ടർമാർക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ടാബായിട്ടുള്ള പേജ് ലേഔട്ടിൽ പോയിട്ട്, നമ്മളിതെല്ലാം പേജിനല്ലേ കൊടുക്കുന്നത്, അപ്പോൾ മൂന്നാമത്തെ ടാബായിട്ടുള്ള പേജ് ലേഔട്ടിൽ പോയിട്ട് മൂന്നാമത്തെ ഗ്രൂപ്പായ പേജ് ബാക്ക്ഗ്രൗണ്ടിൽ പോകും. പേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് വാട്ടർമാർക്ക്, പേജ് കളർ, പേജ് ബോർഡേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ വീണ്ടും ഇതേ ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പേജ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതാണ് വാട്ടർമാർക്ക്, പേജ് കളർ, പേജ് ബോർഡേഴ്സ്. ഇത് 3 പേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓപ്ഷൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് Ctrl+E ഇൻ വേർഡ്? അപ്പോൾ Ctrl+E, വേർഡിൽ Ctrl+E എന്തിനാണ് കൊടുക്കുന്നത്? അത് ടെക്സ്റ്റ് അലൈൻ ചെയ്യാനാണ്. എവിടെയായിട്ട്? സെൻറ്ററായിട്ട്. അതായത് Ctrl+E എന്ന് പറയുന്ന സെൻറ്റർ അലൈൻമെൻറ്റിന് കൊടുക്കുന്നതാണ്. അലൈൻ ദ ലൈൻ ഓർ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു സെൻറ്റർ ആണ് Ctrl+Eയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീസ് നോക്കാം. Ctrl+F2 ആണെങ്കിൽ അത് പ്രിൻറ്റ് പ്രിവ്യൂ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, Ctrl+F2 ആണെങ്കിൽ പ്രിൻറ്റ് പ്രിവ്യൂ ഡിസ്പ്ലേ ചെയ്യും. ഇനി Ctrl+F4 ആണെങ്കിൽ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. Ctrl+F4 ആണെങ്കിൽ ആ വിൻഡോ ക്ലോസ് ചെയ്യാനാണ്. ഇനി ഓർത്താൽ മതി, വിൻഡോ ഇങ്ങനെ 4 ഇതല്ലേ, അപ്പോൾ Ctrl+F4 ആണെങ്കിൽ എന്താണ്? അത് വിൻഡോ ക്ലോസ് ചെയ്യാനാണ്. F4 ആണെങ്കിൽ വിൻഡോ ക്ലോസ് ചെയ്യാനാണ്. ഇനി Ctrl+F12 ആണെങ്കിലോ അത് ഓപ്പൺ ചെയ്യാനാണ്. Ctrl+F12 ആണെങ്കിൽ ഓപ്പൺ എന്നുള്ളതിനാണ്, ഓപ്പൺ. ഇനി F1 യൂസ് ചെയ്യുന്നത് ഹെൽപ്പിന് വേണ്ടിയാണ്, F1. ഇനി F5 ആണെങ്കിൽ ഫൈൻഡ് റീപ്ലേസ് ഗോ ടു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവാൻ വേണ്ടിയാണ്. ഫൈൻഡ് റീപ്ലേസ് ഗോ ടു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവാൻ വേണ്ടിയാണ് F5 എന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്ന കീ പ്രസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓർക്കുക, ഇത് വേർഡ് ഡോക്യുമെൻറ്റിലാണ്. കാരണം നമ്മളിത് പവർ പോയിന്റിൽ പഠിക്കുമ്പോൾ F5ൻ്റെ ഫംഗ്ഷൻ വേറെയാണ്. ഒരു പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പവർ പോയിന്റിൽ F5 യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്ലൈഡ് ബിഗിനിങ് തൊട്ട് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് F5 നമ്മൾ ഏതിൽ കൊടുക്കുന്നത്? പവർ പോയിന്റ് കൊടുക്കുന്നത്. എന്നാൽ വേർഡിൻ്റെ കേസിൽ വന്നാൽ നമ്മൾ വേർഡിൽ F5 കീ പ്രസ് ചെയ്താൽ ഫൈൻഡ് റീപ്ലേസ് ഗോ ടു ഡയലോഗ് ബോക്സ് എന്ന് ഓപ്പൺ ആവാനാണ്. ഇനി F7 ആണെങ്കിലോ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്. ഇനി Shift+F7 ആണെങ്കിലോ Shift+F7 ആണെങ്കിൽ അത് തെസൗറസിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് തെസൗറസിന് യൂസ് ചെയ്യുന്നത്, തെസൗറസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയാലോ? Ctrl+F2 ആണെങ്കിൽ പ്രിൻറ്റ് പ്രിവ്യൂ, Ctrl+F4 ആണെങ്കിൽ ക്ലോസ് ദ വിൻഡോ, Ctrl+F12 ആണെങ്കിൽ ഓപ്പൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ദ നമ്പർ ഓഫ് സ്പേസസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് എ പാരഗ്രാഫ് ഫ്രം ദ ലെഫ്റ്റ് ഓർ റൈറ്റ് മാർജിൻ. അതായത് ലെഫ്റ്റ് മാർജിനോ റൈറ്റ് മാർജിൻ സൈഡിൽ നമുക്ക് പാരഗ്രാഫിനെ എത്ര സ്പേസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അതിനെയാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡൻറ്റേഷൻ.
ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് ഗ്രൂപ്പിലുള്ളതാണ്. ഈ പാരഗ്രാഫ് ഗ്രൂപ്പ് എവിടെയുള്ളതാണ്? പാരഗ്രാഫ് ഗ്രൂപ്പ് അത് നമ്മുടെ ഹോം ടാബിലാണ് പാരഗ്രാഫ് ഗ്രൂപ്പിലുള്ളത്. ഹോം ടാബിലാണ് പാരഗ്രാഫ് ഗ്രൂപ്പ് ഉള്ളത്. ഇവിടെയാണ് നമുക്ക് ഇൻഡൻറ്റേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഡൻറ്റേഷൻ അതായത് ഇൻ വേർഡ് പ്രോസസ്സിംഗ് ദ വേർഡ് ഇൻഡൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഡിസ്റ്റൻസ് ഓർ നമ്പർ ഓഫ് ബ്ലാങ്ക് സ്പേസസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് എ പാരഗ്രാഫ് ഫ്രം ദ ലെഫ്റ്റ് ഓർ റൈറ്റ് മാർജിൻ. ലെഫ്റ്റ് മാർജിൻസ് ആയിരുന്നോ അല്ലെങ്കിൽ റൈറ്റ് മാർജിൻസ് ആയിരുന്നോ നമ്മൾ എത്ര സ്പേസ് മാറ്റി ആ പാരഗ്രാഫിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിനെ പറയുന്നതാണ് ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന് ഇൻഡൻറ്റേഷൻ എന്നും പറയും. നമുക്ക് അതായത് ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈനിനെ നമുക്ക് ഇൻഡൻറ്റ് ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ കഴ്സറിനെ പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിൽ വെച്ചിട്ട് ടാബ് കീ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈനെ ഇൻഡൻറ്റ് ചെയ്യാം. ഇനി പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ഉണ്ട്. ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഈ ഒരു ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഈ പാരഗ്രാഫ് ഡയലോഗ് ബോക്സിൽ രണ്ട് ടാബുകളാണുള്ളത്. ആദ്യത്തെ ടാബ് ഇൻഡൻസ് ആൻഡ് സ്പേസിംഗ് എന്നും രണ്ടാമത്തെ ടാബ് ലൈൻ ആൻഡ് പേജ് ബ്രേക്ക് എന്നുമുള്ള രണ്ട് ടാബുകളാണ് പാരഗ്രാഫ് ഡയലോഗ് ബോക്സിലുള്ളത്. അപ്പോൾ ഏതൊക്കെ ടാബുകളാണ്? ഇൻഡൻറ്റ് ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടാബ്. പിന്നെ രണ്ടാമത്തെ ടാബാണ് ലൈൻ ആൻഡ് പേജ് ബ്രേക്ക് എന്ന് പറയുന്ന രണ്ട് ടാബുകളുണ്ട്. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ MS വേർഡിലെ ഡീഫോൾട്ട് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് 1.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ MS വേർഡിലെ ഡീഫോൾട്ട് ലൈൻ സ്പേസിംഗ് എത്രയാണ്? അത് 1.5 ആണ്. ഇനി നമുക്ക് നമ്മുടെ പാരഗ്രാഫ് ഡയലോഗ് ബോക്സിലെ ഇൻഡൻസ് ആൻഡ് സ്പേസിംഗ് ടാബ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ടാബ്. ഇതിൻ്റെ അണ്ടറിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാണ് ജനറൽ, ഇൻഡൻറ്റേഷൻ, സ്പേസിംഗ്, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ഈ ജനറലിലാണ് നമുക്ക് അലൈൻമെൻറ്റ്, ഔട്ട്ലൈൻ ലെവൽ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻഡൻറ്റേഷനിൽ നമുക്ക് ലെഫ്റ്റ് ഇൻഡൻറ്റ് ഉണ്ട്, റൈറ്റ് ഇൻഡൻറ്റ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ഇൻഡൻറ്റ് ഉണ്ട്. ഈ സ്പെഷ്യൽ ഇൻഡൻറ്റിനെ രണ്ടായിട്ട് തിരിക്കാം. ഇതിലാണ് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് ഇൻഡൻറ്റും ഉള്ളത്. ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റും ഹാങ്ങിങ് ഇൻഡൻറ്റും ഉള്ളത്. അപ്പോൾ നമുക്ക് നാല് ഇൻഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ശരിയാണ്. അതായത് ലെഫ്റ്റ് ഇൻഡൻറ്റ്, റൈറ്റ് ഇൻഡൻറ്റ്, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്, ഹാങ്ങിങ് ഇൻഡൻറ്റ്, ഇങ്ങനെ 4 ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റും ഹാങ്ങിങ് ഇൻഡൻറ്റും നമ്മൾ സ്പെഷ്യൽ ഇൻഡൻറ്റിൻ്റെ അണ്ടറിലാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് സ്പേസിംഗ് നമുക്ക് എന്താണ് ബിഫോറും ഉണ്ട്, ആഫ്റ്ററും ഉണ്ട്. പിന്നെ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സിംഗിൾ ലൈൻ സ്പേസിംഗ് ഉണ്ട്, 1.5 ആണ് നമ്മുടെ MS വേർഡിൻ്റെ ഡീഫോൾട്ട് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡബിൾ ലൈൻ സ്പേസിംഗ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്, എക്സാക്ട്ലി, മൾട്ടിപ്പിൾ, ഇങ്ങനെ 6 ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഇത് ചിലപ്പോൾ നമുക്ക് ഓഡ് 1 ആയിട്ടൊക്കെ ചോദിക്കാം, അതുകൊണ്ട് നോക്കി വെച്ചോ. സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, പിന്നെ ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന 1.5 ഉണ്ട്. അപ്പോൾ സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന 1.5 ഉണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി, മൾട്ടിപ്പിൾ, അങ്ങനെ 6 തരത്തിലുള്ള ലൈൻ സ്പേസിങ്ങുകളാണ് ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫ്യൂച്ചർ ഇൻ MS വേർഡ് ദാറ്റ് അലോസ് എ ലാർജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഓർ എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഡെക്കറേറ്റീവ് എലമെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്. അതായത് ഒരു പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലുള്ള ഒരു ഡോക്യുമെൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിൽ ആ പാരഗ്രാഫിലെ ആദ്യത്തെ വേർഡ് വലുതായി കൊടുത്തിരിക്കും. ഇപ്പം ഈ ഒരു പാരഗ്രാഫ് തന്നെ ഞാൻ എഴുതിയാണെന്ന് വെച്ചോ, അതിൽ ആദ്യത്തെ വേർഡിലെ ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള T വലുതായി കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കും. അത് ചെറുതായിട്ട് വെച്ചാൽ സാധാരണ നമ്മൾ എഴുതി പോകുന്ന അടക്കം കൊടുക്കും. അങ്ങനെ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ വലുതായി കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന പേരാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡ്രോപ്പ് ക്യാപ്പ്? ഡ്രോപ്പ് ക്യാപ്പ് എവിടെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇൻസേർട്ട് ടാബിലാണ് ടെക്സ്റ്റ് ഗ്രൂപ്പ്. ഈ ടെക്സ്റ്റ് ഗ്രൂപ്പിലാണ് ഡ്രോപ്പ് ക്യാപ്പ് ഉള്ളത്. ഓക്കെ, ഡ്രോപ്പ് ക്യാപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് 3 ലൈൻസ് ആണ്. ഓക്കെ, 3 ആണ്. എത്ര ലൈൻസിന് നമുക്ക് ഡീഫോൾട്ടായിട്ട് കൊടുക്കാം? 3 കൊടുക്കാം. എന്നാൽ നമുക്ക് മാക്സിമം എത്ര വരെ കൊടുക്കാമെന്ന് വെച്ചാൽ അത് 10 വരെ കൊടുക്കാൻ പറ്റും. ഓക്കെ, 10 ലൈൻസിനെ നമുക്ക് മാക്സിമം ഡ്രോപ്പ് ക്യാപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, 10 ലൈൻസ്. അപ്പോൾ ഡീഫോൾട്ട് എത്രയാണ്? 3. മാക്സിമം ഡ്രോപ്പ് ക്യാപ്പ് എത്ര ലൈൻസിന് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് 10 ലൈൻസിന് കൊടുക്കാം. ഇനി ഡ്രോപ്പ് ക്യാപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ആരോ മാർക്കുണ്ട്. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. 3 ഓപ്ഷൻസ്.
അത് നൺ ഉണ്ട്. അതായത് നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് നണ്ണ് കൊടുത്താൽ എന്താണ് അതിൻ്റെ പ്രത്യേകത, അതായത് ഡ്രോപ്പ് ക്യാപ്പ് ഒന്നും നമുക്ക് കൊടുക്കണ്ട. ഇനി ഡ്രോപ്ഡ്, പിന്നെ ഇൻ മാർജിൻ, ഈ ഒരു രീതിയിലായിരിക്കും ഡ്രോപ്ഡ് കൊടുത്താൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് കൊടുക്കാൻ പറ്റുന്നത്. ഇൻ മാർജിൻ ആണെങ്കിൽ ഇതേ ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഡ്രോപ്പ് ക്യാപ്പിൻ്റെ അണ്ടറിലുള്ളത്? നൺ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോപ്ഡ് ഉണ്ട്, നൺ, ഡ്രോപ്ഡ്, ഇൻ മാർജിൻ, നൺ, ഡ്രോപ്ഡ്, ഇൻ മാർജിൻ, ഇങ്ങനെ 3 തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഡ്രോപ്പ് ക്യാപ്പിൻ്റെ അണ്ടറിലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഡേറ്റ ഫ്രം ബോത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ ആൻഡ് അലോസ് യു ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് അറ്റ് വൺസ് സച്ച് as letters, saving you the time and effort of retyping the same letter many times. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെയിൽ മർജ് ആണ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ലെറ്റർ, ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഓർഗനൈസേഷനിലോട്ട് ഞാനൊരു 10 പേരെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവർക്ക് 10 പേർക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 പേർക്കല്ലേ കൊടുക്കേണ്ടത്, 10 വ്യത്യസ്ത ആളുകൾക്കല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ അഡ്രസ്സ്, അവരുടെ പേര്, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു പോർഷൻ മാത്രം എനിക്ക് മാറ്റിയാൽ മതി. ഈ 10 പേരിൽ ആ ഒരു പോർഷൻ മാത്രം മാറ്റിയാൽ മതി, ബാക്കി ലെറ്ററിൻ്റെ ബോഡി എല്ലാം സെയിം ആണ്. അപ്പം ഞാൻ ഈ 10 പേർക്ക് കൊടുക്കുമ്പോഴും 10 തവണ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിന് പകരം എനിക്ക് മെയിൽ മർജിലൂടെ ഈ ഒരു എനിക്ക് 10 പേർക്കും ഈ അഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മാറ്റിയിട്ട്, അഡ്രസ്സ്, പേര്, ഇങ്ങനെയുള്ള ഓരോ വ്യക്തിയുടെ ആ ഒരു ഇതനുസരിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം സെയിം ആക്കി ചെയ്യാം. അതിനെയാണ് അത് സെയിം ലെറ്റർ റീടൈപ്പ് ചെയ്യാതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, നമുക്ക് ടൈമും നമ്മുടെ എഫോർട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയുള്ള ഫീച്ചറാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. മെയിൽ മർജ് ഓപ്ഷൻ എവിടെയാണെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ 5ാമത്തെ ടാബായിട്ടുള്ള മെയിലിംഗ്സ് ടാബിൽ ആണ് മെയിൽ മർജ് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡുകളുള്ളത്. അപ്പോൾ മെയിലിംഗ്സ് ടാബിൽ എന്തൊക്കെയാണുള്ളത്? ക്രിയേറ്റ് ഉണ്ട്. ആ ക്രിയേറ്റിൻ്റെ അണ്ടറിലാണ് എൻവലപ്പും ലേബിൾസും ഉള്ളത്. ക്രിയേറ്റ് ഗ്രൂപ്പിൽ എൻവലപ്സും ഉണ്ട്, ലേബിൾസും ഉണ്ട്. പിന്നെ സ്റ്റാർട്ട് മെയിൽ മർജ് ഉണ്ട്. അത് 2ാമത്തെ ഗ്രൂപ്പാണ് സ്റ്റാർട്ട് മെയിൽ മർജ്. അതിൽ സ്റ്റാർട്ട് മെയിൽ മർജ്, സെലക്ട് റെസിപ്പിയൻറ്റ്, എഡിറ്റ് റെസിപ്പിയൻറ്റ് ലിസ്റ്റ്. അതായത് നമ്മൾ ആർക്കൊക്കെയാണ് ഇപ്പോൾ 10 പേർക്ക് അയക്കണമെങ്കിൽ അവരുടെ ആ റെസിപ്പിയൻറ്റ് ലിസ്റ്റ്, ഈ 10 പേരുടെ പേര് അതിൽ വേണം. അതാണ് റെസിപ്പിയൻറ്റ് ലിസ്റ്റ്. ഇനി അതിലെന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങൾ വേണമെങ്കിൽ അത് ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അത് സ്റ്റാർട്ട് മെയിൽ മർജ് എന്ന ഗ്രൂപ്പിലാണുള്ളത്. ഇനി റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്, നമുക്കിതിൽ എന്തൊക്കെ ഫീൽഡുകളാണ് കൊടുക്കേണ്ടത് അതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ കൊടുക്കുന്നത്. റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ഇനി പ്രിവ്യൂ റിസൾട്ട്, നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 10 പേർക്കുള്ള ലെറ്റർ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. ആ റിസൾട്ട് പ്രിവ്യൂ ചെയ്യാനാണ് ഈ 4ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള പ്രിവ്യൂ റിസൾട്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ഫിനിഷ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇത്രയും ഗ്രൂപ്പുകളാണ് മെയിലിംഗ് ടാബിന് അണ്ടറിലുള്ളത്. ഏതൊക്കെയാണ്? ക്രിയേറ്റ് ഗ്രൂപ്പ്, സ്റ്റാർട്ട് മെയിൽ മർജ് ഗ്രൂപ്പ്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്സ്, 4ാമത്തെ ഗ്രൂപ്പാണ് പ്രിവ്യൂ റിസൾട്ട്, ഏറ്റവും ലാസ്റ്റത്തെ ഗ്രൂപ്പാണ് ഫിനിഷ് ഗ്രൂപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കമൻറ്റ്സ് പ്രൊവൈഡ് ആൻ ഈസി ആൻഡ് എഫക്റ്റീവ് വേ ടു മേക്ക് എ നോട്ട് ഓൺ സംതിങ് ദാറ്റ് നീഡ്സ് അഡീഷണൽ അറ്റൻഷൻ ഓർ പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ. നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് ആ ഡോക്യുമെൻറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ ആ റീഡറിന്, വായിക്കുന്ന ഒരു വ്യക്തിക്ക്, നിങ്ങളാണ് വായിക്കുന്നതെങ്കിൽ ആ നിങ്ങളുടെ പ്രത്യേക ഒരു അറ്റൻഷൻ ആ ഒരു പോർഷനിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് കൊടുക്കും? കമൻറ്റ്സ് കൊടുക്കും. അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും വേർഡോ എന്തെങ്കിലും ടേമിനോ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ റീഡറായ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ എന്ത് കൊടുക്കാം? അവിടെ കമൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കമൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇൻസേർട്ട് കമൻറ്റ്, ഒരു ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ എവിടെയാണുള്ളത്? നമുക്ക് നോക്കാം എവിടെയാണുള്ളത്. റിവ്യൂലാണുള്ളത്. കമൻറ്റ് എന്ന് പറയുന്ന ഈ 2ാമത്തെ ഗ്രൂപ്പ് കണ്ടോ, റിവ്യൂ ടാബിൽ 6ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള റിവ്യൂ ടാബിൽ 2ാമത്തെ ഗ്രൂപ്പാണ് കമൻറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമൻറ്റ്സ് ഗ്രൂപ്പ് എവിടെയാണുള്ളത്? റിവ്യൂ ടാബിലാണ് കമൻറ്റ്സ് ഗ്രൂപ്പ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അണ്ടറിലുള്ള ഓപ്ഷൻസ് നോക്കാം. കമൻറ്റ്സിൽ ന്യൂ കമൻറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, പ്രീവിയസ്, നെക്സ്റ്റ്. ഇപ്പം കമൻറ്റ്സ് ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കമാൻഡുകൾ ഏതൊക്കെയാണ്? ന്യൂ കമൻറ്റ്, ഡിലീറ്റ്, പ്രീവിയസ്, നെക്സ്റ്റ്. ന്യൂ കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ദിസ് കമൻറ്റ് ആഡ്സ് എ കമൻറ്റ് എബൌട്ട് ദ പാർട്ട് യു ഹാവ് സെലക്ട്. നമ്മൾ സെലക്ട് ചെയ്ത പാർട്ടിൽ ന്യൂ കമൻറ്റ് എന്ന കമാൻഡ് കൊടുത്താൽ നമുക്ക് അവിടെ പുതുതായിട്ട് ഒരു കമൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് യൂസ് ചെയ്ത് ആ കമൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രീവിയസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ള കമൻറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി
നെക്സ്റ്റ് ആണെങ്കിൽ അടുത്തുള്ള കമൻറ്റിലേക്ക് പോവാം, ഡോക്യുമെൻറ്റിൽ അടുത്ത കമൻറ്റിലേക്ക് പോവാൻ വേണ്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ MS Word 2007 ഡോക്യുമെൻറ്റ് വ്യൂ. MS Word 2007 ഡോക്യുമെൻറ്റ് വ്യൂ അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇത് പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. പോർട്രേറ്റ് എന്താണ്? ഇത് ഓറിയൻറ്റേഷൻ ആണ്. പോർട്രേറ്റ് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ആണ്. പോർട്രേറ്റ് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഓറിയൻറ്റേഷൻ. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഓറിയൻറ്റേഷനാണ് ഉള്ളത്, പോർട്രേറ്റ് എന്നും ലാൻഡ്സ്കേപ്പ് എന്നും. ബാക്കിയുള്ളത് അതായത് പ്രിൻ്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ്, വെബ് ലേഔട്ട് എന്നിവയൊക്കെ എന്താണ്? ഡോക്യുമെൻറ്റ് വ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് വേറെ ഏതൊക്കെ ഡോക്യുമെൻറ്റ് വ്യൂസ് എന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെയുണ്ട്? പ്രിൻ്റ് ലേഔട്ട് ഉണ്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ് ഉണ്ട്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്. ഇങ്ങനെ 5 തരത്തിലുള്ള ഡോക്യുമെൻറ്റ് വ്യൂസ് ആണ് നമ്മുടെ വേർഡിലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ ഈ വ്യൂസൊക്കെ എവിടെയാണുള്ളത് നോക്കണം, വ്യൂ ടാബിലാണേ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോ ഇൻഫർമേഷൻ അബൌട്ട് ദ കറണ്ട് ഡോക്യുമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ, നമ്മൾ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സൂം പെർസെൻറ്റേജ് എത്രയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം, അതിൻ്റെ സൂം പെർസെൻറ്റേജ് എത്രയാണ്, നമ്മൾ ഏത് വ്യൂവിലിട്ടാണ് അത് കാണുന്നത്, അങ്ങനെയുള്ള അതിൻ്റെ പ്രൂഫിങ്ങും കാര്യങ്ങളും ഇതെല്ലാം കാണാൻ പറ്റുന്ന എവിടെയാണ്? നമ്മുടെ സ്റ്റാറ്റസ് ബാറിലാണ്. സ്റ്റാറ്റസ് ബാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് ഡോക്യുമെൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എവിടെയാണ് കാണാൻ പറ്റുന്നത്? സ്റ്റാറ്റസ് ബാറിലാണ്. ടൈറ്റിൽ ബാർ കൊടുക്കരുത്. ചിലരൊക്കെ തെറ്റ് ടൈറ്റിൽ ബാർ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ബാറിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ നെയിം മാത്രമാണ് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഇൻഫർമേഷൻ, അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് എവിടെ കാണാൻ പറ്റത്തില്ല? സ്റ്റാറ്റസ് ബാറിൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ബാറിൽ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ, സ്റ്റാറ്റസ് ബാർ ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കാണാൻ പറ്റും. അതായത് അതിൽ എത്ര പേജ് ഉണ്ട്, ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റസ് ബാർ എത്ര പേജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, സ്റ്റാറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? എത്ര പേജ് നമ്പർ ആണുള്ളത്, അതിൽ എത്ര വേർഡ് ഉണ്ട്, ഇതെന്താണ്? ഇത് വേർഡ് കൗണ്ട് എന്ന് പറയും. അതിലെത്ര വേർഡ് ഉണ്ട്. പിന്നെ ഈ ഒരു സിമ്പിൾ എന്ന് വെച്ചാൽ നമ്മളതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക്, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഇതിലെ ലാംഗ്വേജ്, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇനി റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുമെന്ന് വെച്ചാൽ ഇത് വ്യൂ ബട്ടൺസ് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ലേഔട്ട് ബട്ടൺസ് എവിടെയാണുള്ളത്? അത് നമ്മുടെ സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണുള്ളത്. ഇത് നമ്മൾ നേരത്തെ നോക്കിയ 5 ടൈപ്പ് വ്യൂ ബട്ടൺസ് ഇവിടെ ഉണ്ട്. പ്രിൻ്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ്, അതുപോലെ തന്നെ വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്, ഇങ്ങനെ 5 തരത്തിലുള്ള ലേഔട്ട് ബട്ടൺസ് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതിന് തൊട്ടടുത്തായിട്ട് സൂം പെർസെൻറ്റേജ് ഉണ്ട്. സൂം പെർസെൻറ്റേജ് കണ്ടോ? ഇതാണ് സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഡീഫോൾട്ട് സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, MS Wordൻ്റെ ഡീഫോൾട്ട് സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100% ആണ്. ഓക്കെ, ഇതിൻ്റെ മിനിമം സൂം പെർസെൻറ്റേജ്, നമുക്ക് എത്ര വരെ നമുക്ക് സൂം കൊണ്ടുപോകാം? അത് 10% ആണ്. ഇനി മാക്സിമം എത്ര കൊണ്ടുപോകാം? മാക്സിമം എത്ര വരെ നമുക്ക് ഡോക്യുമെൻറ്റിനെ സൂം ചെയ്യാമെന്ന് വെച്ചാൽ അത് 500% ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൂം ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപയോഗപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.